ആശാ വിനോദി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ബീഫ് ഉലർത്തിയാലോ? അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോവാം. ബീഫ് ഞാൻ 3/4 വേവാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. പാൻ വെച്ച് ചൂടായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതും ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പോവാണ്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് വഴറ്റുക. തേങ്ങാക്കൊത്ത് 3/4 മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 സവോള അരിഞ്ഞതും 200 ഗ്രാം കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് വഴറ്റാനിടുക. കുഞ്ഞുള്ളി കൂടുതൽ ചേർത്താൽ നമ്മുടെ ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ ഇത്രയും കറുവാപ്പട്ടയും കൂടെ ചേർക്കുകയാണ്. ഉള്ളി വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. വലിയൊരു കഷ്ണം ഇഞ്ചിയും 1.5 കുടം വെളുത്തുള്ളിയുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നത് ബീഫിന് ടേസ്റ്റ് കൂടും. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് ഇത് ചേർക്കുവാണ്. ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട്. ഇത് നന്നായി വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇത്രയും വാടിയാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും കൂടി ചേർക്കുന്നത്. പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കുക. ഈ വെള്ളം ഇതിൽ കിടന്ന് വറ്റി നമുക്കിതിനെ നന്നായി ഉലർത്തിയെടുക്കണം. ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ബീഫ് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ബീഫിന്റെ വെള്ളമൊക്കെ വറ്റി ഇത്ര എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായി ഇളക്കി ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് അല്പം മൂക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ പെരുംജീരകവും പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇത് ഒരു 5 മിനിറ്റും കൂടെ അടുപ്പിൽ കിടന്ന് ചൂടായി ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയ ബീഫ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഇതിനെ ചൂടോടെ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയാണ്. ബീഫ് ഉലർത്തിയത് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. ഇനി പുതിയൊരു വിഭവമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.